ഹായ് കുട്ടികളെ, നമുക്കിന്ന് ലോസ് ഓഫ് മോഷൻ പഠിക്കാം. ലോസ് ഓഫ് മോഷൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയുള്ളൊരു ടോപ്പിക്കാണ്. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് കുറേ തിയറി ക്വസ്റ്റ്യൻസും അതിനകത്തൊന്ന് വരാറുണ്ട്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കൊരു ബേസിക്സ്, ഒരു കോൺസെപ്റ്റും ഒക്കെ അറിയുമെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം ബേസിക്സും ആ കോൺസെപ്റ്റ്സും ഒക്കെ ഒന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു പേടി മാറട്ടെ എന്ന് വിചാരിച്ചൊരു തിയറി ക്വസ്റ്റ്യനാണ് ഇട്ടേക്കുന്നത്. 2022 ഒരു ക്വസ്റ്റ്യനാണിത്. വളരെ ഈസിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺടാക്ട് ഫോഴ്സ്? ഒരു കോൺടാക്ട് ഫോഴ്സ് അല്ലാത്ത, കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയാൻ പറ്റാത്ത ഇതിനകത്ത് ഏതാണ്? ഏതാ? ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ്, 2 എയർ റെസിസ്റ്റൻസ്, ബോയൻ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളൊരു ബോഡി ഇങ്ങനെ, ഇതൊരു ഗ്രൗണ്ടാണ്, ഒരു കാറ്, നമ്മൾ റോഡിലൂടെ കാറ് പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ കാറിങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ടയറും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കാറിങ്ങനെ മൂവ് ചെയ്യുവാണ്, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പം ഈ വീലും ടാറും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് ഏകദേശം ഇങ്ങോട്ട് നീങ്ങി ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് സ്റ്റോപ്പാകും. അപ്പോൾ ഇത്രയും ദൂരം കൊണ്ട് ആ കാറ് ബ്രേക്ക് പിടിച്ച് പെട്ടെന്ന് നിൽക്കത്തില്ലല്ലോ, ഇച്ചിരി ദൂരം ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും പോർഷനിൽ ആ കാറിൻ്റെ വീലും ആ ടയറും കൂടെയുള്ളൊരു ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഫ്രിക്ഷൻ കാരണമാണ് ഇത് സ്റ്റോപ്പായി പോകുന്നത്. ഇത് പിടിച്ച് സ്റ്റോപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, 2 ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ടയറും റോഡിൻ്റെ സർഫസും. അപ്പോൾ ഈ കോണ്ടാക്റ്റ് കാരണം വളരെ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ പെട്ടെന്ന് പിടിച്ചാൽ നിൽക്കത്തില്ല, അതങ്ങ് ഓടിപ്പോവും, തെന്നിപ്പോവും. അതുകൊണ്ടാണ് മഴയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തെന്നൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടയറിൽ എന്തൊക്കെ ഇടുന്നത്? ടയർ കണ്ടിട്ടില്ലേ, ടയറിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ഗ്രിപ്പ്. ഇവൻ നമ്മളെ തന്നെ ചെരുപ്പ് കണ്ടില്ലേ, ചെരുപ്പിൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാണെങ്കിൽ നമ്മൾ ഷൂസൊക്കെ കണ്ടില്ലേ, സ്പോർട്സ് ഷൂസൊക്കെ, അതിലേക്ക് നല്ല ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെന്നിപ്പോകത്തില്ല. പക്ഷേ കുറേ കാലം സാധാരണ ഈ റബ്ബർ ചെരുപ്പ്, കുറേ തേഞ്ഞ ചെരുപ്പൊക്കെയാണ് നമ്മൾ മഴയത്ത് പോകണം ജെറെന്ന് പറഞ്ഞ് നമ്മളങ്ങ് മറിഞ്ഞ് വീഴും. സോ അതുമാണ് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷൻ കാരണം, ഫ്രിക്ഷൻ എപ്പോഴും എന്താണ്? കോണ്ടാക്റ്റ് ഉള്ള ഫോഴ്സാണ്. അപ്പോൾ അതല്ല, ദാറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. പിന്നെ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയർ നമ്മൾ മുകളിലേക്ക് പോകും തോറും നമുക്ക് എന്തെങ്കിലും ഒരു പഞ്ഞി പോകുമ്പോൾ അതിന് നമുക്കറിയാമല്ലോ, ഒരു എയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് അതിനകത്ത് ഉണ്ടാവും. അതും എന്തായാലും ഒരു എയറുമായിട്ട് ഏതെങ്കിലും ഒരു ബോഡിക്ക് ഒരു കോണ്ടാക്ട് വരുമ്പോഴാണ് അതിന് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അതും അതല്ല. പിന്നെ ബോയൻ ഫോഴ്സ് ഇതേമാതിരി തന്നെ വെള്ളത്തിനകത്ത് നമ്മളിപ്പം ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പം അത് അങ്ങനെ പൊങ്ങി ഒരു പ്രഷർ അടിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? നിറയെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ താഴേക്ക് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊങ്ങിക്കിടക്കും. ആ പൊങ്ങിക്കിടക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബോയൻ ഫോഴ്സ്, ദ പ്രഷർ ദാറ്റ് ഈസ് അപ്ലൈഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ആ മെറ്റീരിയലിലേക്ക് ആ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ അതും എന്തെങ്കിലും ഒരു പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, വാട്ടറുമായിട്ട് ആ ബോഡിക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അതുമല്ല, എയർ റെസിസ്റ്റൻസും അല്ല, ബോയൻ ഫോഴ്സും അല്ല. വിസ്കസ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫ്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴുകുന്നു. അപ്പോൾ ആ ലിക്വിഡ് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൂടെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പം സാധാ വെള്ളമാണെങ്കിൽ നല്ല സ്പീഡിൽ ഒഴുകിപ്പോകും. പക്ഷെ ഭയങ്കര കട്ടിയുള്ള എന്തെങ്കിലും എണ്ണയോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ ആണെങ്കിൽ അത് ഒഴുകാൻ ഇച്ചിരി പാടായിരിക്കും. കുറച്ച് മെല്ലെ അത് സോളിഡായിട്ടിരിക്കും. ലിക്വിഡ് തന്നെയാണ്, പക്ഷെ ഭയങ്കര കട്ടിക്കിരിക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് ഒഴുകിപ്പോകത്തില്ല. അപ്പോൾ അതും ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഫോഴ്സ് തന്നെയാണ്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്തെങ്കിലും തൊട്ടിരിക്കണോ? നമ്മൾ ഭൂമിയുടെ മുകളിൽ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മരത്തിൽ ഒരു ആപ്പിൾ വീണ കഥയല്ലേ നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഐസക് ന്യൂട്ടൻ്റെ കഥ. അപ്പോൾ ഈ ആപ്പിൾ ഇങ്ങനെ എയറിലല്ല നിൽക്കുന്നതെങ്കിൽ തന്നെയും അത് ഞെട്ടറ്റ ഉടനെ തന്നെ അത്രയും സ്പീഡിൽ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും ഭൂമി എല്ലാത്തിനെയും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അത് ഒരു എന്താണ്, നോട്ട് എ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ടാകും? കോണ്ടാക്ട് ഫോഴ്സ്. അപ്പോൾ ബാക്കിയെല്ലാം കോണ്ടാക്റ്റ് ഉള്ള ഫോഴ്സ് നിങ്ങൾക്ക് കുറേയൊക്കെ അറിയായിരിക്കും. കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സും കൂടെ നമുക്ക് 2-3 എണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ കോണ്ടാക്റ്റ് വേണ്ട. ഒരു മാഗ്നറ്റ് തൊടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഫോഴ്സ് ഫീൽ ചെയ്യുമല്ലോ. ഈവൻ നമ്മുടെ ഹൈ സ്പീഡ് ട്രെയിൻസ് ഒക്കെ ഉണ്ട്, ഇന്ത്യയിലുള്ള അല്ല പുറത്തൊക്കെ ഉള്ള ട്രെയിൻസ് പോകുന്നത് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത് കാരണം, അതായത്
ഒരു റെയിൽ പാളം കാണും. റെയിൽ പാളം എന്ന് വെച്ചാൽ നമ്മുടെ മാതിരി പാളമല്ല, അതിലെല്ലാം ഈ നോർത്ത് സൗത്തിലുള്ള മാഗ്നറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ്. എന്നിട്ട് ആക്ച്വലി ഇങ്ങനെ ഒരു സെക്ഷൻ വരയ്ക്കുവാണെങ്കിൽ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. ട്രെയിനിൻ്റെ പടം വരച്ച് ശരിയാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ട്രെയിൻ ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ പാളം. ഇത് തമ്മിൽ ഇത്രയും ഡിഫറൻസ് അല്ല, ചെറിയൊരു ഡിഫറൻസ് കാണും. അത് ടച്ച് ആവില്ല. അത് ജസ്റ്റ് ഈ മാഗ്നറ്റിക് പോള് ഡിഫറെൻ്റ് ആയി വരുന്നതനുസരിച്ചിട്ടാണ് ഈ ട്രെയിൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല സ്പീഡിലും പോകാൻ പറ്റും, അതിനകത്ത് ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ല ഫാസ്റ്റിലും പോകാൻ പറ്റും, അതിന് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഒരിടത്തും വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റെയിൽ പാളത്തിൽ കൂടെയാണ് ട്രെയിൻ ഇങ്ങനെ കുതിച്ചു പോകുന്നത്. അപ്പം ഇതിൻ്റെ ഈ പാളത്തിലേക്കാണ് ട്രെയിനിൻ്റെ വീലെല്ലാം വരുന്നത്. അപ്പോൾ അത് വിയർ ആൻഡ് ടിയർ എല്ലാം വരുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അതിന് മെയിൻ്റനൻസ് ഒക്കെ ഒരുപാട് വേണ്ടി വരും. പക്ഷേ ഈ ഹൈ സ്പീഡ് ട്രെയിൻസ് മിക്കവാറും ജപ്പാനിലൊക്കെയുള്ള അല്ലെങ്കിൽ ചൈനീസ് ഒക്കെയുള്ള ഷാങ്ഹൂയി ഒക്കെയുള്ള ട്രെയിൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. വളരെ ഹൈ സ്പീഡ് ട്രെയിൻസ് എല്ലാം പോകുന്നത് അങ്ങനെയാണ്, ആ ഒരു മെത്തേഡിലാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, പക്ഷേ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ നോൺ കോൺടാക്ട് ഫോഴ്സ്. ഇനി അങ്ങനെയുള്ള നോൺ കോൺടാക്ട് ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും. അത് നിങ്ങൾ നിങ്ങളുടെ 12th പഠിച്ചിട്ടുണ്ടാകും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതുപോലെ തന്നെ ഇത് രണ്ടും ഇത് മൂന്നും എന്താണ്, കോണ്ടാക്റ്റ് വേണ്ടാത്തതാണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ വരുന്നതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. പിന്നെ ഇതിനകത്ത് ഇനിയും നമുക്ക് വരാം കാപ്പിലറി ഫോഴ്സ്. ഒരു വെള്ളം നമ്മളിങ്ങനെ എന്തെങ്കിലും ട്യൂബ് എന്തെങ്കിലും ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവലിനേക്കാൾ ഇച്ചിരി കൂടെ മേളിൽ വെള്ളം വന്ന് നിൽക്കുമല്ലോ ട്യൂബിനകത്ത്. അപ്പോൾ അതെല്ലാം ക്യാപ്പിലാരിറ്റി കൊണ്ടാണ്. അപ്പോൾ ക്യാപ്പിലറി ഫോഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് പെടുത്താം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സിനെ കുറിച്ചും ലോസ് ഓഫ് മോഷനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇത് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു 2022 ഒരു പ്രോബ്ലം ഇട്ടത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ബേസിക്സ് കുറച്ച് പറയാതെ നമുക്കങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോഴ്സിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. വെയിറ്റ് എപ്പോഴും താഴേക്കാണ് വരുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി. ഗ്രാവിറ്റി നമ്മുടെ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നമുക്ക് കെ ജിയിലാണ് നമ്മുടെ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് നോർമലി ചിലപ്പോൾ ഇത് നമ്മളോട് 10 എടുക്കാനും പറയും. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലും നമുക്ക് എടുക്കാം. അപ്പോൾ നോർമലി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴേക്കാണോ? വെയിറ്റ് നമുക്ക് പറയും ഇങ്ങനൊരു ബോഡി ഉണ്ട്, ഇതിൻ്റെ വെയിറ്റ് ഇത് എം ആണ് അതിൻ്റെ മാസ് എങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ വെയിറ്റ് എങ്ങനെയായിരിക്കും? താഴേക്കായിരിക്കും, എം ഇൻറ്റു ജി. ബട്ട് എല്ലായ്പ്പോഴും ഇതിങ്ങനെ ഡയറക്റ്റ്ലി താഴേക്കാവണമെന്നില്ല. ചില കേസിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ലൈഡിങ് സർഫസിലാണ് ഒരു ബോഡി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴേക്കോ മുകളിലേക്കോ എന്തോ ആയിക്കോട്ടെ, ഇത് എം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഓഫ് കോഴ്സ് താഴേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, എമ്മിൽ തന്നെ. ഇത് തീറ്റയാണെന്ന് വിചാരിച്ചു. അതിൻ്റെ ആംഗിൾ തീറ്റ, ഒരു മാസ് എം ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇതിനെ നമുക്ക് 2 കമ്പോണൻ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ വെക്ടറിലൊക്കെ പഠിച്ചല്ലോ, ഡിഫറെൻറ്റ് ഡയമെൻഷനിലും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടാനൊന്നും പറ്റില്ല. അപ്പം നമുക്കതിനെ എന്ത് ചെയ്യണം? XY കമ്പോണൻ്റ് ആക്കണം. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിങ്ങനെ ചരിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഡയമെൻഷനിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകും. ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇതിന് പെർപെൻഡിക്കുലറായിട്ടും. അപ്പം ഇത് തീറ്റയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് നമുക്കിവിടെ റിക്രിയേറ്റ് ചെയ്യാവുന്നു. ഇത് തീറ്റയാണ്. അപ്പം നമ്മൾ ഇതിന് ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരച്ചേക്കുന്നു. ഈ ലൈനിനെ ഇങ്ങനെ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ഈ ലൈന് പെർപെൻഡിക്കുലർ. ഇപ്പോൾ ഇത് 90 ആണ്. ഇത് 90 ആകുമ്പം ഇവിടെ തീറ്റയാകുമ്പം ഇത് 90 ആണെന്ന് നമുക്കറിയാം. അതായത് ഈ വാല്യൂ 90 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 3 കൂടെ കൂട്ടിയാൽ 180 കിട്ടണമല്ലോ. അപ്പോൾ ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് നമുക്ക് 90 മൈനസ് തീറ്റ. അതുകൊണ്ട് ഇത് 30 ഡിഗ്രി എന്ന് എടുക്കാം. ഇത് 30 ആകുമ്പം ഇത് 90 ആണ്. അപ്പോൾ ബാക്കി ഇത് എത്രയായിരിക്കും? ഇത് വന്നിട്ട് 60 അല്ലേ? അപ്പോൾ 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടിയല്ലോ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 60 ആകുമ്പം ഇത് നമ്മുടെ 90 ആണ് അല്ലേ? ഈ വാല്യൂ 90 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം കൂടെ 90 കിട്ടണം. അതുകൊണ്ട് ഇത് ബാക്കി 30 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ. അതെങ്ങനെ വന്നു എന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് തീറ്റ, അത് ഇവിടെ തീറ്റ. അപ്പോൾ ഇവിടെ എം ആണെങ്കിൽ എം അല്ല എം ജി വെയിറ്റ് പറയുമ്പോൾ. ഇതപ്പോൾ എന്താവും? എം ജി കോസ് തീറ്റ. അഡ്ജസൻറ്റ് സൈഡല്ലേ?
ഇത് വന്നിട്ട് mg sin തീറ്റ. ഇത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബോഡിയിൽ ഒരു സർഫസിൽ ഒരു ബോഡി ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഡയറക്റ്റ്ലി താഴേക്കാണ്. പക്ഷേ അത് ഇച്ചിരി ചരിഞ്ഞാണ്, ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇച്ചിരി ചരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ വെയിറ്റ് ഡയറക്റ്റ്ലി താഴേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ വെയിറ്റ് ഡയറക്റ്റ്ലി താഴേക്ക് വരുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ ഡയറക്ഷനിലാണ് ചിലപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം സുഖമായിട്ട്. ഇത് 30, ഇത് ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് 30, ഇത് 90, ഇത് 60 ആണ്. ഇത് 90 മൈനസ് ഈ ഡിഗ്രി ആയിരിക്കും അവിടെ, അതുകൊണ്ട് ഇത് 30. അപ്പോൾ ഈ ഡിഗ്രി തന്നെ ആയിരിക്കും ഇവിടെ. തീറ്റ എങ്കിൽ തീറ്റ, 30 എങ്കിൽ തീറ്റ. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് mg cos തീറ്റ വരും, ഓപ്പോസിറ്റ് സൈഡ് mg sin തീറ്റ വരും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെയിറ്റിൻ്റെ കേസ്. വെയിറ്റ് ഇങ്ങനെയൊക്കെ വരാനുള്ളൂ. വേറെ ഏത് രീതിയിൽ വെയിറ്റ് വരും? ചിലപ്പം ഇതിങ്ങനെ തിരിച്ചുള്ള ആംഗിൾ ആവാം, അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ ഒന്നുകിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെയിറ്റ് അല്ലെങ്കിൽ ചെരിഞ്ഞ വെയിറ്റ്, ഈ രണ്ട് കേസിലെ വെയിറ്റ് വരാനുള്ളൂ നമുക്ക്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ്. അപ്പോൾ വെയിറ്റ് നമ്മൾ കണ്ടു. ഇനി നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സർഫസ് ഉണ്ടാവും, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സാണ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബോഡി ആണെങ്കിൽ ഇതിന് നോർമലായിട്ട്, ഇതാണല്ലോ സർഫസ്, ഈ സർഫസിന് നോർമലായിട്ടുള്ള ഫോഴ്സിനാണ് നോർമൽ ഫോഴ്സ്. ഇപ്പം നമ്മൾ വായിക്കേണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ബോഡി ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ വെയിറ്റ് ഡയറക്റ്റ് താഴേക്കാണ്. ബട്ട് നോർമൽ ഫോഴ്സ് എന്തായിരിക്കും? ഇതാണ് ഇതിൻ്റെ സർഫസ് അല്ലേ. അപ്പോൾ ഈ സർഫസിന് നോർമലായിട്ടായിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ് വരുന്നത്. ഇതായിരിക്കും നോർമൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റ, ഈ ഡയറക്ഷൻ ഇങ്ങനെ വരും. അപ്പം നമ്മുടെ ഇത് വരച്ചതൊന്നും ശരിയായില്ല. ഇങ്ങനെ ഇതിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഇതും പോകുന്നത്. ഇത് തീറ്റയാണെങ്കിൽ നമ്മുടെ ഇത് mg, ഇത് mg cos തീറ്റ, ഈ ഡയറക്ഷൻ തന്നെ ആയിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സും വരുന്നത്. ഇതായിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ്. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ നോർമൽ ഫോഴ്സ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? വേറെ പേന കൊണ്ട് എടുക്കും. ഇങ്ങനൊരു ബോഡിയുണ്ട്, ഇതിന് നോർമലായിട്ടുള്ള ഫോഴ്സ്, ഈ സർഫസിന് നോർമലായിട്ടുള്ള ഫോഴ്സാണ് നമ്മുടെ നോർമൽ. ഇവിടെ ഈ സർഫസിന് നോർമലായിരുന്നത് പെർപെൻഡിക്കുലറായി, ഇതിൽ ഈ സർഫസിന് നോർമലായിട്ടുള്ള ഫോഴ്സാണ് നോർമൽ ഫോഴ്സ്. അതിനിങ്ങനെ തിരിച്ചില്ല, ഇത് ഈ ഒരു ഡയറക്ഷൻ, ഇത് വെയിറ്റ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇതാണ് നോർമൽ ഫോഴ്സ്, എന്തായാലും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ്. ഇനി നമുക്കറിയാം സ്ട്രിങ്, അതുപോലെ തന്നെ ഒരു റോപ്പിൽ കെട്ടിയിട്ടേക്കുന്നു, ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ഒരു ചങ്ങല എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരത്തില്ലേ? ഒരു ബോഡി ഇങ്ങനെ എന്തിലെങ്കിലും കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നു, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ്, അല്ലെങ്കിൽ റോപ്പ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ വരുന്ന സാധനമാണ് ടെൻഷൻ. ഇനി ടെൻഷൻ ഫോഴ്സ് അത് നമുക്ക് T എന്ന് പറയാം. അതായത് ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കാണ്, താഴേക്ക് അതിൻ്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് എത്രയാണ്? mg. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫോഴ്സിൻ്റെ ആരോ അല്ലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റേ നോർമൽ ഫോഴ്സ് നമ്മൾ പറഞ്ഞു ഈ സർഫസിൽ ഇങ്ങനെ ഒരു ബോഡി ഇരിക്കുവാണെങ്കിൽ നോർമൽ ഫോഴ്സ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ ആവാം, ഇങ്ങനെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ നോർമൽ ഫോഴ്സ്. തിരിച്ചങ്ങോട്ട് പോകുന്നത്. ഇതിൻ്റെ കേസിൽ, നമ്മുടെ വെയിറ്റിൻ്റെ കേസിൽ വെയിറ്റ് താഴേക്ക് വരാൻ, ചെരിഞ്ഞ കേസിൽ വേറെ. ഇനി സ്ട്രിങ്ങിൻ്റെ കേസിൽ സ്ട്രിങ്, റോപ്പ് അല്ലെങ്കിൽ ചങ്ങല എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് കോണ്ടാക്റ്റ്. ഒരു ബോഡിക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലോ, ആ കോണ്ടാക്റ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ആ കോണ്ടാക്ട് സർഫസിന് ആ കോണ്ടാക്ട് പോയിന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട് പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ, അപ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൽ ഫുള്ളായിട്ട് ഇത് തന്നെയാണ്. ഓക്കെ, ഇനി നോക്കുക. ഇനി ഇതേപോലെ തന്നെ ഈ പുള്ളി എന്ന് പറയത്തില്ലേ, നമ്മുടെ കപ്പി, പുള്ളി എന്നൊക്കെ പറഞ്ഞ സാധനം,
അതിൽ വന്നിട്ടും ഇങ്ങനെ തന്നെ. ഇപ്പം ഇങ്ങനൊരു ഇത് ഞാൻ അധികം നമ്മുടെ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്ന കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ഒരു സിംഗിൾ മാർക്കിൽ അല്ല ചെറിയൊരു ക്വസ്റ്റ്യൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇതൊരു M1 ഇതൊരു M2. അപ്പോൾ ഇവിടെയാണ് വെയിറ്റ് കൂടുതലെങ്കിൽ സംഭവം ഇങ്ങോട്ട് തൂങ്ങി നിൽക്കും. അപ്പോൾ ഇവിടെ ഏതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്? ഇതിൻ്റെ വെയിറ്റ് M1G, ഇതിൻ്റെ വെയിറ്റ് എന്ത് വരും? M2G. അപ്പോൾ ഇത് ഫ്രിക്ഷൻലെസ് പുള്ളിയാണെന്ന് വിചാരിക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞാൽ കപ്പി. ആ കപ്പിയിൽ നമ്മൾ ഇവിടെ എന്തുണ്ടോ അത് തന്നെയായിരിക്കും അപ്പുറത്ത്, ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ടെൻഷൻ എങ്ങനെ വരും? ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് എവേ ആയിട്ടാണ് നമ്മുടെ ടെൻഷൻ വരുന്നത്. ഇവിടെയും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതാണ്, അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ. അപ്പം ഇതിങ്ങനെ പുള്ളി ആയതുകൊണ്ട് ഈ സാധനം തന്നെയായിരിക്കും ഇപ്പുറത്തും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതിന് എവേ T. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അതിന് എവേ T വരും. ഓക്കെ, അപ്പോൾ ഇതാണിങ്ങനെ. പക്ഷേ ഇതൊക്കെ ഒരെണ്ണമുള്ള കേസാണ്. ഇനി ഇങ്ങനെയുള്ള കേസിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കിങ്ങനെ ചെരിച്ചും വരയ്ക്കാം. ചിലപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ M1 M2 ഇങ്ങനെ രണ്ട് സ്ട്രിങ് കൊണ്ട് രണ്ട് കയർ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന രണ്ട് ബോഡി ആണെങ്കിൽ ഇതിലും ഈ ടെൻഷൻ വരാം. ഇതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ എവേ ഫ്രം പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇതിന് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ T ആയിരിക്കും. ഇനി നോക്കാം, ഇനി ഒരെണ്ണം കൂടി ഇപ്പുറത്തുണ്ടെങ്കിലോ? ഇതേമാതിരി ഒരു ബോഡിയും കൂടി ഇപ്പുറത്തുണ്ടെങ്കിൽ, ഒരു മൂന്നാമത്തെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതുണ്ടെന്ന് വിചാരിക്കാം. അത് M3, വലുതായാലും ചെറുതായാലും അത് ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടാകും. ഇടയ്ക്ക് ഒരെണ്ണം വരുമ്പോഴത്തേക്കും അത് വ്യത്യാസം ഉണ്ടാകും. ഇതിൻ്റെ ആക്ച്വലി ഇത് T ആണെങ്കിൽ ഇത് T1 ആയിരിക്കും. ആ വ്യത്യാസം കാണും. ഇത് രണ്ടും ഇടയ്ക്ക് ഒരെണ്ണം വന്നാൽ Tയും T1ഉം വ്യത്യാസമാണ്. പക്ഷേ ഇടയ്ക്കൊന്നും ഇല്ല. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഇടയ്ക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് സെയിം ആയിരിക്കും. അവിടുത്തെ ടെൻഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ടെൻഷൻ്റെ ഡയറക്ഷൻ മനസ്സിലായല്ലോ. ഇത് എടുത്ത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് എവേ ആയിട്ടും ഇവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് എവേ ആയിട്ടും. അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കണം, എന്നാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളതും ഈ ടെൻഷൻ, ഈ 3 എണ്ണത്തിനെ കുറിച്ച് ഏകദേശമൊക്കെ പഠിച്ചാൽ മതി. അതായത് വെയിറ്റ് ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്, ടെൻഷനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടതെന്നുള്ളതാണ്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നമ്മൾ എങ്ങനെയാണ് അതിനകത്തെ ഫോഴ്സസ് ഒക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ ഓരോ ലോസ് ഓഫ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്തായാലും ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് നോക്കാം നമുക്ക്. ഇതിങ്ങനെ ഒരു ബോഡി, ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് നമ്മൾ ഇതിൻ്റെ മാസ് M ആണെങ്കിൽ വെയിറ്റ് ഈസ് mg. ഓക്കെ, ഇനി ഇതിലേക്ക് ചുമ്മാ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വിചാരിക്കുക. അതിൻ്റെ പേരാണ് F. വെറുതെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അതിനെ തള്ളി നീക്കാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു F ഉണ്ട്, താഴേക്കൊരു mg ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഈ സെയിം കേസ് നമ്മൾ നേരത്തെ വരച്ച കേസ് തന്നെ ഇങ്ങനെ ചെരിഞ്ഞ ഒരു സാധനത്തിൽ തീറ്റ നമ്മളിങ്ങനെ നമ്മുടെ ബോഡിയുണ്ട്, അതിൻ്റെ വെയിറ്റ് ഇങ്ങനെ പോകുന്നു, ഇതിൻ്റെ വെയിറ്റ് M തന്നെയാണ്. അപ്പോൾ mg ഇങ്ങനെ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ നമ്മൾ രണ്ട് ഡയറക്ഷനിൽ ഇങ്ങനെ കൊടുക്കും. ഇതിൻ്റെ ഫോഴ്സ് ഇതിനെ ഇങ്ങോട്ട് തള്ളി വിടുക. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അത് ഇങ്ങോട്ടാണല്ലോ ഡയറക്ഷൻ. ഇവിടെ തീറ്റ, ഇവിടെ നമ്മുടെ mg കോസ് തീറ്റ, mg സൈൻ തീറ്റ, ഈ ഡയറക്ഷനിൽ. അത് നോക്കാം, നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഇതിൻ്റെ എടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിൽ ഈ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇത് ചെരിച്ച് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് F. അതിൻ്റെ ആംഗിൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെയാണ്. ആ ചെരിഞ്ഞത് ദാറ്റ് മേക്സ് ആൻ ആംഗിൾ. ഇതും കൂടെ വരച്ചിട്ടെടുക്കാം. ഇതിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ mg ഇങ്ങനെ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ വെയിറ്റ്. പക്ഷെ നമുക്ക് mgയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക, രണ്ട് കമ്പോണൻ്റ് ആയിട്ട്. ഒരു കമ്പോണൻ്റ് ഇങ്ങനെ ഉണ്ട്, അപ്പോൾ അതും Fൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ F ആണ്. ഇത് അടുത്തത് നമ്മുടെ mg സൈൻ തീറ്റ. രണ്ട് ഈ ഡയറക്ഷൻ ഒന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കാം, എന്നാൽ ഞാൻ വരച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ mg കോസ് തീറ്റ. ഇവിടെയാണ് നമ്മുടെ തീറ്റ. ഇത് F ഈ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സൈൻ തീറ്റ കോസ് തീറ്റ എടുക്കണ്ട. mg എന്താ പറഞ്ഞാൽ കോസ് തീറ്റ.
അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം അല്ലേ. ഒരു വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, ഒരു mg sin θ ഇങ്ങോട്ടുണ്ട്, ഇവിടെ ഒരു mg cos θ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം. നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ സ്പ്രിങ്ങിൻ്റെ കേസോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവിടെയും നമുക്കൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി, ബാക്കി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രിങ്ങിൽ തൂങ്ങി കിടക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ടെൻഷൻ ഈസ് എവേ ഫ്രം കോൺടാക്ട് പോയിന്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടെൻഷൻ, ഇത് ഇവിടെ ടെൻഷൻ ഉണ്ടാകും. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് മാസ് m ആണെങ്കിൽ ഇറ്റ് ഈസ് mg. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മളിവിടെ വരച്ചാൽ എങ്ങനെ വരും? താഴേക്ക് മാസ് ഇൻറ്റു ഗ്രാവിറ്റി, ദിസ് വൺ ഈസ് t. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ തന്നെ നമ്മളിനി ഒരു നെറ്റ് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെയാണല്ലോ നമ്മൾ ഫോഴ്സ്. ഇനി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ ചെയ്തു, ഇതിലേക്ക് ഒരു അഡീഷണലി ഒരു ഫോഴ്സ്, ഇത് താഴേക്ക് പോകണമെന്ന് വെച്ചോ, അഡീഷണലി ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ താഴേക്കുണ്ട്, അതാണ് എ, അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആസ് പെർ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അതാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിലെയാണ് നോക്കുന്നത്, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ ഫോഴ്സ് എല്ലാം ഇതെടുത്തല്ലോ, ഈ ആക്സലറേഷൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് പ്ലസ് ആയിട്ട് എടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് ആയിട്ട് എടുക്കുക. ഇതിൻ്റെ കേസിൽ എന്ത് വരും? mg മൈനസ് ടി. ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയല്ല, ഈ ഫോഴ്സ് മേലേക്കാണെന്ന് വിചാരിക്കുക, ഈ ആക്സലറേഷൻ ആക്സലറേഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയായിരിക്കും ഫോഴ്സ്. ഇനി മുകളിലേക്ക്, ഇതിപ്പോൾ ഒരു ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് ഒരു സാധനം വരുന്നത് പോലെ ഇത് അവസാനം മുകളിലേക്കാണ് ഈ ബോഡി പൊങ്ങുന്നതെന്ന് വിചാരിക്കുക. നോർമലി ഇത് മുകളിലേക്ക് പൊങ്ങാൻ ചാൻസ് ഇല്ല, എന്നാലും എക്സാമ്പിൾ ഞാൻ പറയണം, ആക്സലറേഷൻ മുകളിലേക്കാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പിലൂടെ ഒരു കുരങ്ങൻ മുകളിലേക്ക് ചാടി കയറാമെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ ആ കുരങ്ങൻ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ മുകളിലേക്കായിരിക്കും അതിൻ്റെ ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ എന്ത് വരും? കേസ് 2 എ അപ്വേർഡ് ആണെങ്കിൽ നോക്ക്, അന്നേരത്തെ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നതാണ് സിഗ്മ എഫ്. ആ മാസ് ഇൻറ്റു ആക്സലറേഷൻ്റെ സം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അപ്വേർഡ് ടി അല്ലേ. ടി മുകളിലേക്കാണ്, അപ്പോൾ ടി പ്ലസ് ആയിട്ട് എടുക്കണം. ടി ഇത് താഴേക്കാണ്, മൈനസ് mg. ഇത് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സിഗ്മ എം എ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിലും ഹൊറിസോണ്ടൽ കേസിലാണെങ്കിലും ഞാൻ അന്നേരം തന്നെ അത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം കവറായി പോയാന്. ഇതിനൊരു ഹൊറിസോണ്ടൽ സാധനം ഇരിക്കുന്നു, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് തള്ളി വിടുവാണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങോട്ട് മൂവ് ചെയ്യുവാണെന്ന് പറയുക, ആക്സലറേഷൻ ഇങ്ങോട്ടാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഇതിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആകെപ്പാടിതേ ഉള്ളൂ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആകെ ഈ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പോൾ അത് നമുക്ക് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചെരിഞ്ഞ കേസാണെങ്കിൽ വെയിറ്റ് മാസ് ഇൻറ്റു ജി, ഇവിടെ നമ്മുടെ തീറ്റ mg കോസ് തീറ്റ, ഇങ്ങനെ വന്നിട്ട് mg സൈൻ തീറ്റ. ഇനിയിപ്പോൾ ഫ്രിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഫോഴ്സ് ഉണ്ട്, ആക്സലറേഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കേസിൽ എങ്ങനെ എഴുതും നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം? ഇവിടെ ഒരു എഫ് ഉണ്ട്, എഗെയിൻ ഇവിടെ നമുക്ക് ഒരു mg സൈൻ തീറ്റ ഉണ്ട്, ഈ ഡയറക്ഷനിൽ അങ്ങ് എടുക്കാമേ. mg സൈൻ തീറ്റ ഇങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ എന്താ ഉള്ളത്? ആക്സലറേഷൻ ഇങ്ങോട്ട്, ആ ഡയറക്ഷനിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം നമ്മുടെ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. അപ്പം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് mg സൈൻ തീറ്റ. ഇനി തിരിച്ചുള്ള ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ അവിടെ വേറെ, ഇപ്പം നമുക്കിവിടെ നോർമൽ റിയാക്ഷൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഫ്രിക്ഷൻ്റെ കേസൊക്കെ വരുവാണെങ്കിൽ നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു mg. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അതും കൂടെ കൂട്ടിയെടുക്കാം. ഈ എം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോഡിയുടെ മാസ്സാണ് എപ്പുറത്തെങ്കിലും ഉള്ളത്. അത് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു, കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. വളരെ ഈസി പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് വരും. നമുക്ക് അടുത്ത കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോർഷനാണിത്.